പറയാൻ കഴിഞ്ഞ പെരുന്നാളിന് തലേദിവസം ഒരു 1:30 ഇവിടെ വന്നു. ഒരു ഓട്ടോറിക്ഷയിൽ വന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഓട്ടോറിക്ഷ തന്നെ, വേണു എന്ന് പറഞ്ഞ്. അവനിടെ ഇറക്കി. പെട്ടെന്ന് ഇയാൾ ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു അരപ്പവൻ്റെ മോതിരം വേണമെന്ന് പറഞ്ഞു. ഒരു കുട്ടിക്ക്, മറ്റേ വയസ്സറിയിച്ച കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി അരപ്പവൻ്റെ മോതിരം വേണം. ഞാൻ അരപ്പവൻ്റെ മോതിരമില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, കൈച്ചേനെല്ലാം ഉണ്ട് അരപ്പവൻ്റെ. അപ്പോൾ കഴിച്ചേനെടുത്തിട്ടാകുമ്പോൾ അത് നീളം ചെയ്യുന്നില്ല അറിഞ്ഞു. അപ്പോൾ 6 ഗ്രാമിൻ്റെ കഴിച്ചേനുണ്ട്. അപ്പോൾ അത് കുറച്ച് നീളമുണ്ട്. അപ്പോൾ അതെടുത്തിട്ടായിട്ട് ഒരു 2 ഗ്രാമിൻ്റെ ഒരു ജെൻസിൻ്റെ മോതിരം എടുത്തു. മോതിരം എടുത്തിട്ട് 1,29,500 രൂപ ആണ്. അപ്പോൾ എനിക്ക് കാർഡ് തന്നു. കാർഡ് തന്നിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു കാർഡില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞ് ATM പോയിട്ട് പൈസ എടുത്തിട്ട് വരും നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇല്ല, ATM ഇത്ര പൈസ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡും തരുമെന്ന് പറഞ്ഞു. ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡ് നെഫ്റ്റ് ചെയ്യാറുണ്ട്. നെഫ്റ്റ് ചെയ്ത് റേറ്റായിട്ട് കുറച്ച് മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നിട്ടാകുമ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി. അപ്പോൾ എൻ്റെ ഒരു ബാങ്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ബാലൻസ് നോക്കുന്നത്, അത് കുറച്ച് ശരിയില്ല. അപ്പോൾ ഇത് മെസ്സേജ് വന്നിട്ടാകുമ്പോൾ 1,29,500 എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് എൻ്റെ വിശ്വാസം. മാത്രമേ വന്നിട്ടില്ല. നെഫ്റ്റിൽ ഇവൻ്റെ മെസ്സേജിൽ ഞാൻ വിശ്വസിച്ച് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാങ്കിൻ്റെ 1-2 വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ നിങ്ങൾ മുമ്പൊരിക്കൽ വന്നൊരു പരിചയം ഉണ്ടല്ലോ, ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ മുമ്പ് വന്നു കാസർഗോഡ് സ്റ്റേഷനിലാണ് പണി ഉണ്ടാകുമ്പോൾ ഞാനും ഭാര്യയും വന്നിട്ട് ചെറിയൊരു കമ്മലെടുത്തിന്. അന്ന് പൈസ തന്നേന് ഒരു വർഷം മുമ്പ്. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോലി, ഞാൻ പോലീസാണ്, ക്രൈം പോലീസാണ്, ബേക്കൽ പോലീസിലെ കാഞ്ഞങ്ങാടിലെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുതിയക്കാലാണ് താമസം. അങ്ങനെ ഇതാണ്. അവരിത് എടുത്തിട്ടായിട്ട് പോയും ചെയ്തു. പിന്നെ പൈസയിൽ വന്നില്ല. വരായിരിക്കുമ്പോൾ എനിക്കൊരു പിന്നെ കുറച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന ബാങ്കിൻ്റെ ചില ആൾക്കാരെ വിളിക്കും പറഞ്ഞില്ലേ, അതൊരു വിശ്വാസമായി എനിക്ക്. പിന്നെ ഒരു 4 മണി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു എൻ്റെ അളിയന് IAS ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവനൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിനും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 പവൻ്റെ ചെയിനും. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു. അപ്പോൾ അതിൽ എൻ്റെ പേര് അഖിൽ രാജ് എന്നാണ്, ബേക്കൽ പോലീസ്. അപ്പോൾ അയച്ചിട്ടായിട്ട് രണ്ടാമത് 1:31 അതിനാണ്. അപ്പോൾ 1:31 ഈ നെഫ്റ്റാക്കി. 2 പൈസ എനിക്ക് വന്നില്ല. പിന്നെ എനിക്കൊരു 4 മണി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേറൊരു ഓട്ടോറിക്ഷയിൽ വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ 2 പ്രാവശ്യം എനിക്കിത് മനസ്സിലായിട്ട് ആളെ. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ഫിംഗർ പ്രിൻറ്റിൻ്റെ പോലീസുണ്ട്, സതീഷ് എന്ന് പറഞ്ഞിട്ട്. അയാളെ ഭാര്യ ഇവിടെ. അപ്പോൾ സതീശനെ എനിക്കറിയും, അയാളെ ഭാര്യ എന്നെ അറിയും. പിന്നെ അശോകൻ പോലീസിനെ അറിയും, റിട്ടയർഡ്. എല്ലാവരും എനിക്കറിയും. വിപിൻ സാറിനെ അറിയും, എല്ലാം അറിയുമെന്ന്. അപ്പോൾ ഞാൻ ഈ സ്റ്റേഷനിൽ വിളിക്കാതെ എൻ്റെ തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ എന്നിട്ടായിട്ട് ഇവൻ 2 ഫോൺ നമ്പർ എനിക്ക് തന്നു. വന്നിട്ടായിട്ട് ഇതെടുത്തിട്ട് പോയി. പിന്നെ ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചു. 4 മണി കഴിഞ്ഞതിന് ശേഷം മാനേജറെ വിളിച്ചു. അപ്പോൾ മാനേജറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പൈസ എനിക്ക് അയച്ചിട്ടുണ്ട് തരാം സാധനം വെച്ച്. ആ പൈസ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ മെസ്സേജ് ഒന്ന് നിങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു. അയച്ചിട്ടാകുമ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് സാർ പറഞ്ഞു, അത് ഫ്രോഡ് മെസ്സേജാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനോജ് സാറിനെ വിളിക്കും പറഞ്ഞു, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോകാൻ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇവനെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ കാഞ്ഞങ്ങാടുണ്ട്, നിങ്ങൾക്ക് ക്യാഷ് വേണം, ക്യാഷ് തന്നെ കൊണ്ടുതരാം, നിങ്ങളെ ബാങ്കിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അവനെ കാത്തിട്ടായിട്ട് കുറച്ച് 1/2 മണിക്കൂർ വന്നു. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം ഞാനും ഭാര്യയും സ്റ്റേഷനിലേക്ക് പോയി അവിടെ കംപ്ലയിൻറ്റ് കൊടുത്ത് CCTVയിലെല്ലാം ഇതായിട്ട്. അപ്പോൾ ആടുന്ന് ലൊക്കേഷൻ നോക്കുമ്പോൾ മംഗലാപുരമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വിളിക്കണ്ട, ഇനി ബാക്കിയുള്ള പണി ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. അത് വന്നിട്ടുണ്ട് പറഞ്ഞു, വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ചോദിച്ചു, നിങ്ങളെ മുമ്പ് ഒരു പരിചയം ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ 1 വർഷം മുമ്പ് വന്നിനെ, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് വന്നിനെ. അപ്പോൾ ചെറിയൊരു കമ്മൽ ഇവിടെ കുത്തുന്ന കമ്മൽ നമ്മൾ വാങ്ങിച്ചു. അന്ന് പൈസയും കൊടുത്തിനാണ്. അത് ഉറപ്പ്. പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോൾ അറിയാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് പാലക്കുന്നില്ല, സഹദേവൻ എന്ന് പറഞ്ഞിട്ട്. അവനോട് 3,500 രൂപ വാങ്ങിച്ചിട്ടായിട്ട് അവൻ എൻ്റെ അടുത്ത് പോയിട്ട് ഒരു സോഡ കുടിച്ചു വരും. പിന്നെ പാലക്കുന്ന് ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്തില്ലേ, ആ സോഡ കുടിച്ചിട്ടായിട്ട് പറഞ്ഞോലോ, എന്നെ നിങ്ങൾക്ക് അറിയില്ലേ? അല്ല, അറിയില്ല. ഞാൻ നിങ്ങളെ ഭാര്യരെ അമ്മാവൻ്റെ മരുവൻ്റെ മോളെ ഭർത്താവാണ്. ഞാൻ ചെമ്മനാടാന്ന്. ഞാൻ നിങ്ങളെന്താ പണി? എനിക്ക് ആർമിയിലാണ് പണി. എന്നിട്ട് അവന് സോഡയെല്ലാം കുടിച്ചിട്ട് പൈസ എല്ലാം കുറച്ച് അങ്ങോട്ട് പോയിട്ട് നടന്ന് പോയിട്ടാകുമ്പോൾ പിന്നെ പറഞ്ഞാലും നിങ്ങൾ സിഗരറ്റ് എല്ലാം ബുക്കെല്ലാം ചോദിച്ചോ. ആ ബുക്കിന്ന്. അപ്പോൾ ഞാൻ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സിഗരറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനേശം ഒരു 12,000 രൂപ ആവും. അപ്പോൾ നിങ്ങളൊരു 3,000 രൂപ തന്നാൽ ഇയാൾ 3,500 രൂപ കൊടുത്തു. എന്നിട്ട് ചെമ്പിരിക്കയിൽ പോയിട്ട് സിഗരറ്റ് എടുത്തിട്ട് വരുന്നതിന് പോയാൽ പിന്നെ വന്നിട്ടാണ്. അത് ഒരു 7 മാസം. അപ്പോൾ 7 മാസമായി ബേക്കൽ പോലീസിൽ ഞാൻ വന്നിട്ട് പറഞ്ഞു. അതിൻ്റെ ശേഷം ഇവൻ ഇന്നലെ വന്നിട്ടുണ്ടായി സഹദേവൻ. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലായി പത്രത്തിലെ ഇവൻ തന്നെ ആളെന്ന്. അതിനുശേഷം അബു ബക്കർ ഇന്ത്യാന ഹോസ്പിറ്റലിന് മുമ്പിലൊരു ചായക്കട ഉണ്ടല്ലോ,
ആ ചായക്കടയിലും വന്ന് അവർ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും നടത്തുന്ന ചായക്കട അവിടെ ചായ കുടിച്ചിട്ടായിട്ട് നിങ്ങൾ ഈ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടി എണ്ണയല്ലായിരുന്നു പണിക്കുന്നത് ഞങ്ങൾ പിന്നെ അപ്പോൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് എണ്ണയുണ്ട് ഞങ്ങൾ പിടിച്ചു വെച്ചത് അത് നിങ്ങൾക്ക് പണി കൊണ്ടുതരാം ഒരു 4000 റുപ്യ തന്നാൽ മതി പറഞ്ഞു അവരും കൊടുത്തു 4000 റുപ്യ അവർ ഉച്ച കഴിഞ്ഞിട്ട് അതിൽ ഭാര്യയും ഭർത്താവ് അവിടെ പോയിട്ട് എണ്ണ പണിക്കാൻ അവിടെ പോകുമ്പോൾ എന്തെണ്ണ സ്റ്റേഷനിൽ എന്താണ് എണ്ണ വെക്കുന്നത് അപ്പോൾ പറഞ്ഞു അതുമില്ല അപ്പോൾ അതുപോലെ ഇതായിട്ടാണ് ഇടത്തേക്ക് ഇവൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ബേക്കല്ലിനുണ്ട് ഉണ്ട് അപ്പോൾ എനക്കെന്താന്ന് പറഞ്ഞാൽ രാവിലെ ബാങ്കിൽ ജോലിയുണ്ട് അപ്രൈസറാണ് അപ്പോൾ ഇവിടെ ഭാര്യ ഒറ്റക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു എന്ന് വരുമ്പോൾ ഞാനും ഉണ്ടായിന് അന്ന് ബാങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പറ്റൽ പറ്റിയിട്ട് എന്തായിരുന്നു ഞാൻ ബാങ്കിൽ ഞാൻ നോക്കിട്ടിയത് അപ്പോൾ എൻ്റെ ഒരു ഈ പറയുന്ന മോനെ അതിൻ്റെ നിയമത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു സാധനം അത് കിട്ടണം പിന്നെ ബാക്കിയെല്ലാം പിന്നെ അതിൻ്റെ പോലീസ് നടപടി അതിൻ്റെ മുറം പോലെ നടക്കുമല്ലോ.